നമസ്കാരം. ലഹരിവശത ഒരു ആത്മഹത്യാപരമായ ദുശ്ശീലം വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈയൊരു ചർച്ചയ്ക്ക് നമുക്ക് അടിസ്ഥാനമാവുന്നത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യാജി എഴുതിയ നഷേബാസി ആത്മഘാതി എന്ന അമൂല്യമായ ഹിന്ദി പുസ്തകമാണ്. അപ്പോൾ ഈ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്ന ആഴത്തിലുള്ള ചിന്തകളിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിന്റെ പല വശങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ആദ്യം ഈ വിഷം എങ്ങനെയാണ് പടരുന്നതെന്ന് നോക്കാം. പിന്നെ അത് നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ചതിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെ തകർക്കുന്നു, അത് രാജ്യത്തിനുണ്ടാക്കുന്ന മുറിവുകൾ എന്തൊക്കെയാണ്, അവസാനം ഇതിൽ നിന്നൊക്കെ പുറത്തുവരാനുള്ള ആ ഒരു വിവേകത്തിന്റെ വഴി എന്താണെന്ന് നമുക്ക് കാണാം. ശരി, നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ ആദ്യത്തെ ഭാഗം, പടരുന്ന വിഷം. എങ്ങനെയാണൊരു ചെറിയ ശീലം നമ്മളെ ഭരിക്കുന്നൊരു യജമാനനായി മാറുന്നത്? നമുക്ക് നോക്കാം ഈ വിഷം എത്രത്തോളം പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും എന്തുകൊണ്ടാണ് തുടക്കത്തിൽ ഇതിനിത്ര ആകർഷണം തോന്നുന്നതെന്നും. നഗരിക്ക് പല മുഖങ്ങളുണ്ട് അല്ലേ? പണ്ടത്തെ കാലത്തുള്ള ഭാങ്, കറുപ്പ്, ചരസ് അതൊക്കെ ഒരു വശത്ത്. പിന്നെ നമ്മൾ അത്ര കാര്യമാക്കാത്ത നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗം പോലെയുള്ള ബീഡി, സിഗരറ്റ്, എന്തിനേറെ ചായയും കാപ്പിയും പാനും വരെ ഇതിൽ വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഹെറോയിൻ, മരിജുവാന, സ്മാക്ക് പോലുള്ള പുതിയ കാലത്തെ രാസവിഷങ്ങൾ. ഇവയെല്ലാം പല രൂപത്തിൽ വന്ന് നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ കുറേശ്ശെയായി കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്? കാരണം ആരും ഒരു അടിമയാകാൻ വേണ്ടിയല്ലല്ലോ ഇതൊക്കെ തുടങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ വെറുതെ പറയുന്ന ഒരു യെസ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മളെ കിട്ടിയിടുന്ന ഒരു ചങ്ങലയായി മാറുന്നത്? ആ ആദ്യത്തെ പടിയിൽ എന്താണ് അങ്ങനെ ഒരു കെണി ഒളിഞ്ഞിരിക്കുന്നത്? ശരിക്കും ഈയൊരു വാചകം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കും. ലഹരിയെ നമ്മളൊരു സുഹൃത്തിനെപ്പോലെ ക്ഷണിച്ച് വീട്ടിൽ കയറ്റുന്നു, പക്ഷേ അത് പെരുമാറുന്നത് ഏറ്റവും വലിയ ശത്രുവിനേക്കാൾ മോശമായിട്ടാണ്. അതായത് ഇതൊരു പുറത്തുനിന്നുള്ള ആക്രമണമല്ല, നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് അകത്തേക്ക് കൊണ്ടുവരുന്നൊരു ചതിയാണ്. അതാണ് ഏറ്റവും വലിയ അപകടവും. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിലൊരു കീടത്തെയോ പാമ്പിനെയോ കണ്ടാൽ നമ്മൾ അതിനെ അടിച്ചു പുറത്താക്കും. ഒരു ശത്രു വന്നാൽ നമ്മൾ പോരാടും. പക്ഷെ ലഹരിയുടെ കാര്യത്തിലോ, നമ്മൾ അതിനെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ആരോഗ്യവും സമ്പത്തും കൊടുത്ത് നമ്മൾ അതിനെ വിലയ്ക്ക് വാങ്ങുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇച്ഛാശക്തി അതിനു മുന്നിൽ അടിയറ വെക്കുകയാണ്. എത്ര വിചിത്രമാണല്ലേ ഇത്! സ്വയം നാശത്തെ വില കൊടുത്തു വാങ്ങുന്ന ഒരേ ഒരു സാഹചര്യം ഒരുപക്ഷെ ഇതായിരിക്കും. ശരി, അപ്പോൾ നമ്മൾ അകത്തേക്ക് ക്ഷണിച്ചു കയറ്റിയ ഈ സുഹൃത്ത് എങ്ങനെയാണ് നമ്മളെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കാൻ തുടങ്ങുന്നത് എന്ന് നോക്കാം. നമ്മുടെ സ്വന്തം ശരീരം തന്നെ നമുക്കൊരു തടവറയായി മാറുന്ന ആ അവസ്ഥ, അതാണ് ശരീരത്തിന്റെ വഞ്ചന. എല്ലാ ലഹരി വസ്തുക്കളും ആദ്യം ലക്ഷ്യം വയ്ക്കുന്നത് ഒന്നിനെയാണ്, അതാണ് ജീവനശക്തി. എന്താണ് ഈ ജീവനശക്തി? അത് വെറും എനർജി മാത്രമല്ല, നമ്മുടെയൊക്കെ ഉള്ളിലെ ആ ജീവന്റെ തുടിപ്പില്ലേ, ആ ഉത്സാഹം, കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഊർജം, ആ ശക്തി, അതിൻ്റെയൊക്കെ കാതലാണിത്. ഈ ജീവശക്തിയെയാണ് ലഹരി ഒരു അട്ടയെപ്പോലെ വലിച്ചു കുടിക്കുന്നത്. ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ. അടിമപ്പെട്ടയാൾ അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. ലഹരി ഉള്ളിൽ നിന്ന് ശരീരത്തെ പൊള്ളയാക്കിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം എന്താ സംഭവിക്കുന്നത്? വെറും ഒരു പുറം തോട് മാത്രം ബാക്കിയാവുന്നു. അതായത് ഉപയോഗിക്കുന്നയാൾ വിചാരിക്കുന്നത് തനിക്കെന്തോ സന്തോഷം കിട്ടുന്നുവെന്നാണ്, പക്ഷേ സത്യത്തിൽ ലഹരി അയാളുടെ ഉള്ള് കാർന്നു തിന്നുകയായിരുന്നു. അവസാനം ജീവനില്ലാത്തൊരു രൂപം മാത്രം ബാക്കിയാവും. ലഹരി നമുക്ക് ഊർജം തരുന്നു എന്നുള്ളത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. അതിനൊരു നല്ല ഉദാഹരണമുണ്ട്. ചാട്ടയേറ്റ കുതിരയുടെ ഉപമ. തളർന്ന ഒരു കുതിരയെ കൂടുതൽ വേഗത്തിൽ ഓടിക്കാൻ വേണ്ടി ചാട്ടുവാര നടിക്കുന്നത് പോലെയാണത്. ആ അടി കിട്ടുമ്പോൾ കുതിര കുറച്ചുകൂടി വേഗത്തിൽ ഓടും, പക്ഷേ അത് പുതിയ ഊർജം കിട്ടിയിട്ടല്ല. ശരീരത്തിൽ ബാക്കിയുണ്ടായിരുന്ന ഊർജം കൂടി പെട്ടെന്ന് കത്തിത്തീരുകയാണ്. അതുപോലെ ലഹരി നമ്മുടെ ശരീരത്തിൽ സംഭരിച്ചുവെച്ച ജീവശക്തിയെ ഒറ്റയടിക്ക് കത്തിച്ചു തീർക്കുന്നു. അതിന്റെ ഫലമോ, ആ കുതിരയെപ്പോലെ നമ്മളും പൂർണ്ണമായി തകർന്നു വീഴും. ഈയൊരു ആന്തരിക തകർച്ചയുടെ കണക്ക് നോക്കിയാൽ നമുക്ക് കാര്യം മനസ്സിലാകും. നമ്മുടെ മാനസിക കഴിവുകൾ, ഓർമ്മ, ഇച്ഛാശക്തി അതൊക്കെ 30% നശിക്കുന്നു. ശാരീരികാരോഗ്യം, അവയവങ്ങൾ, പ്രതിരോധശേഷി അതും 30%. പക്ഷേ ഏറ്റവും വലിയ നഷ്ടം എവിടെയാണെന്ന് നോക്കൂ. 40% നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവശക്തിയാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. കാരണം ആ അടിസ്ഥാന ഊർജം നഷ്ടപ്പെട്ടാൽ പിന്നെ ഇതിൽ നിന്നൊരു തിരിച്ചു വരവിനുള്ള ആഗ്രഹം പോലും നമുക്കില്ലാതാവും. ഓരോ വിഷത്തിനും ഓരോ രീതിയിലാണ് നാശം. നമ്മൾ നിസ്സാരമായി കാണുന്ന പാൻ അല്ലെങ്കിൽ വെറ്റില, അത് തുടങ്ങുന്നത് യുവാക്കളിലാണ്. അത് പതുക്കെ ഹൃദയത്തെയും തലച്ചോറിനെയും ബാധിക്കും. കറുപ്പ് പോലുള്ളവ ഓർമ്മയെയും ഞരമ്പുകളെയും തകർക്കും. ചിലയിടങ്ങളിൽ കുട്ടികളെ ഉറങ്ങാൻ വരെ ഇത് ഉപയോഗിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ എന്തൊരു കഷ്ടമാണല്ലേ. കൊക്കൈൻ പോലെയുള്ളവയോ, അത് നമ്മുടെ മാനസികവും ധാർമ്മികവുമായ ബോധത്തെ തന്നെ ഇല്ലാതാക്കും. പിന്നെ മനുഷ്യൻ മൃഗത്തിന് തുല്യമാകും. അപ്പോ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന ഈ നാശം അവിടെ തീരുന്നില്ല. അതിന്റെ അലയൊലികൾ ആദ്യം തന്നെ ചെന്ന് തട്ടുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ സ്വന്തം കുടുംബത്തിൽ. ഒരാളുടെ ദുശ്ശീലം ഒരു കുടുംബത്തെ മുഴുവൻ എങ്ങനെയാണ് തകർക്കുന്നതെന്ന് നോക്കാം.
ഇതൊരു വലിയ സാമ്പത്തിക കെണിയാണ്. ഒന്ന് നോക്കൂ, കുടുംബത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷെ അതിനുള്ള പണം മുഴുവൻ എങ്ങോട്ടാ പോകുന്നത്? ലഹരിക്ക് വേണ്ടി. പോരാത്തതിന് ലഹരി ഉപയോഗിച്ച് ജോലി ചെയ്യാനുള്ള കഴിവ് കുറയുമ്പോൾ വരുമാനം താഴോട്ടും വരുന്നു. ചെലവ് കൂടുന്നു, വരുമാനം കുറയുന്നു. പിന്നെ എങ്ങനെയാണ് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത്? നഷ്ടപ്പെടുന്നത് പണം മാത്രമല്ല, അതിനേക്കാൾ വലുതാണ് വിശ്വാസം, ബഹുമാനമൊക്കെ. ശരിക്കും പറഞ്ഞാൽ ശാരീരികമായി മരിക്കുന്നതിന് മുമ്പേ ഒരു സാമൂഹിക മരണം സംഭവിക്കുകയാണ്. സുഹൃത്തുക്കൾക്ക് അയാളെ വിശ്വാസമില്ലാതാവുന്നു, കുടുംബത്തിലുള്ളവർക്ക് ബഹുമാനം നഷ്ടപ്പെടുന്നു, സമൂഹം അയാളെ ഒറ്റപ്പെടുത്തുന്നു. അവസാനം അയാൾ ആ ലഹരിയുടെ ലോകത്ത് ഒറ്റയ്ക്കാവുന്നു. പക്ഷേ ഈ കഥയിലെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നത് ആരാണെന്നറിയാമോ? ആ വീട്ടിലെ കുട്ടികളാണ്. ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടികൾ. അവർക്ക് കിട്ടുന്നത് ലജ്ജയുടെയും വേദനയുടെയും ഒരു പാരമ്പര്യമാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം, പലപ്പോഴും അവരും ഇതേ നാശത്തിന്റെ വഴിയിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു എന്നതാണ്. ആ കുട്ടികളുടെ ഭാരം എത്ര വലുതാണെന്ന് നോക്കൂ. മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നത് അവഗണനയും പുച്ഛവും. അവർക്ക് മാതാപിതാക്കളോടുള്ള ബഹുമാനം തന്നെ ഇല്ലാതാവുന്നു. പഠിപ്പിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു. ഏറ്റവും പേടിക്കേണ്ട കാര്യം, കണ്ടുവളരുന്ന ആ ദുശീലങ്ങൾ അവരും പകർത്താൻ സാധ്യത വളരെ കൂടുതലാണ്. ആ വീടിന്റെ വിഷം നിറഞ്ഞ അന്തരീക്ഷം ഒരു തലമുറയെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അപ്പോ ഒരു വ്യക്തിയിൽ തുടങ്ങി കുടുംബത്തെ നശിപ്പിക്കുന്ന ഈ വിഷം അവിടെയും നിൽക്കുന്നില്ല. അത് പടർന്ന് ഒരു രാജ്യത്തെ തന്നെ ദുർബലമാക്കും. നമ്മുടെയൊക്കെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നതിന് ഒരു രാജ്യം മുഴുവൻ എങ്ങനെ വില കൊടുക്കേണ്ടി വരുന്നു എന്ന് നോക്കാം. ഈ കണക്ക് ശരിക്കും ഞെട്ടിക്കുന്നതാണ്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന കുറ്റവാളികളിൽ 85% സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണ്. എന്താ ഇതിന്റെ അർത്ഥം? ലഹരിയും കുറ്റകൃത്യവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട്. ലഹരി തലച്ചോറിൽ കയറുമ്പോൾ വിവേകം നഷ്ടപ്പെടും. പിന്നെ എന്തും ചെയ്യാനൊരു മടിയുമുണ്ടാവില്ല. ഒരു രാജ്യത്തിന്റെ കണക്കുപുസ്തകത്തിൽ ഇതൊരു വലിയ നഷ്ടമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുകയിലയും കറുപ്പും കൃഷി ചെയ്യുന്ന ആ സ്ഥലത്ത് നമുക്ക് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാമായിരുന്നു, വിശപ്പടയ്ക്കാമായിരുന്നു, ലഹരി ഉണ്ടാക്കുന്ന തൊഴിലാളികളെ നല്ല വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു, മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഒഴുകുന്ന കോടിക്കണക്കിന് രൂപ രാജ്യത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കാമായിരുന്നു. അപ്പം നമ്മൾ ഒരുപാട് നല്ല അവസരങ്ങളാണ് ഇതിലൂടെ പാഴാക്കുന്നത്. പലരും പറയുന്നൊരു കാര്യമാണ്, ഇതെന്റെ വ്യക്തിപരമായ ഇഷ്ടമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ. പക്ഷേ ആ തിരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ ദുർബലമാക്കുമ്പോൾ, നമ്മുടെ സമ്പത്ത് ചോർത്തിക്കളയുമ്പോൾ, നമ്മുടെ ആളുകളെ രോഗികളാക്കുമ്പോൾ അതു പിന്നെ എങ്ങനെ വ്യക്തിപരമാകും? അതൊരു സാമൂഹിക കുറ്റകൃത്യമായി മാറുകയാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് നിക്സന്റെ ഒരു വാചകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരു കാര്യമുണ്ട്. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യവും സ്വഭാവവും മനോവീര്യവുമാണ്. ശരിയല്ലേ? ഇതൊന്നുമില്ലാതെ എത്രയൊക്കെ സാമ്പത്തിക പുരോഗതിയുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. ആരോഗ്യമുള്ളൊരു ജനതയില്ലാതെ ശക്തമായൊരു രാജ്യമില്ല. അപ്പോ ഇത്രയും വലിയ നാശം വിതയ്ക്കുന്ന ഈ ഇരുട്ടിൽ നിന്ന് ഒരു രക്ഷയില്ലേ? തീർച്ചയായുമുണ്ട്. അതാണ് നമ്മുടെ അവസാന ഭാഗം, വിവേകത്തിന്റെ പാത. സ്വയം നശിപ്പിക്കുന്നതിന് പകരം സ്വയം കെട്ടിപ്പടുക്കാനുള്ള ആ വഴി. വീണ്ടും ആ ചോദ്യം വരുന്നു, ഇത്രയും വിനാശകാരിയാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് വീണുപോകുന്നത്? എന്താണ് അവരെ ഇതിലേക്ക് ആകർഷിക്കുന്ന ആ ഒരു തെറ്റായ വിശ്വാസം? ഇവിടെ 2 തരം കാഴ്ചപ്പാടുകളുണ്ട്. ഒന്ന് വിഡ്ഢിയുടെ, മറ്റൊന്ന് വിവേകിയുടെ. വിഡ്ഢി ചിന്തിക്കുന്നത് ലഹരി ഒരു സ്റ്റാറ്റസാണ്, ഒരു മോഡേൺ കാര്യമാണ് എന്നൊക്കെയാണ്. പക്ഷെ വിവേകിക്കറിയാം അത് ബലഹീനതയുടെയും ആത്മാഭിമാനമില്ലായ്മയുടെയും അടയാളമാണെന്ന്. പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ലഹരി എന്ന് ചിലർ കരുതുന്നു. എന്നാൽ സത്യത്തിൽ അത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുകയാണ് ചെയ്യുന്നത്. അത് സ്വാതന്ത്ര്യമല്ല, അടിമത്തമാണ്. നമ്മുടെ കാഴ്ചപ്പാടാണിവിടെ പ്രധാനം. അപ്പോ എന്താണ് ഈ വിവേകത്തിന്റെ പാത? അതിന് 4 പടികളുണ്ട്. 1. ലഹരിയെ ശരിക്കു കാണുക, അതൊരു വിഷമാണെന്ന് തിരിച്ചറിയുക. 2. വേണ്ടെന്ന് വെക്കാനുള്ള ഇച്ഛാശക്തി വളർത്തിയെടുക്കുക. 3. ട്രെൻഡിന്റെ പുറകെ പോകാതെ സ്വന്തമായി ചിന്തിക്കുക. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ജീവിതത്തെ തിരഞ്ഞെടുക്കുക. ക്ഷണികമായൊരു സുഖത്തിനുവേണ്ടി ഒളിച്ചോടാതെ നമ്മുടെ കടമകളെയും ആരോഗ്യത്തെയും ലക്ഷ്യങ്ങളെയും ചേർത്ത് പിടിക്കുക. അവസാനമായി നമുക്ക് ഈ ഒരു ചിന്തയോടെ നിർത്താം. സ്വന്തം കാലിൽ കോടാലി കൊണ്ട് വെട്ടുന്നത് ഒരു ധൈര്യമല്ല, അതൊരു വിഡ്ഢിത്തമാണ്. യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ജീവിതത്തെ അതിന്റെ എല്ലാ വെല്ലുവിളികളോടും കൂടി തെളിഞ്ഞ മനസ്സോടെയും ശുദ്ധമായ ആത്മാവോടും കൂടി നേരിടുന്നതാണ്. ഇതാണ് ഈ വിശകലനത്തിന്റെ അവസാനത്തെ പാഠം. അപ്പോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നാശത്തിന്റെ വഴിയാണോ അതോ നമ്മളെ തന്നെ കെട്ടിപ്പടുക്കുന്ന വഴിയാണോ? ആ തീരുമാനം നമ്മുടേതാണ്.